എന്ത് പണം വാരിയെറിയലാണ് നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിതിൽ നമ്മുടെ വണ്ടിക്കൂലിയും നമ്മുടെ മെയിൻ്റനൻസും ഒക്കെ സ്വന്തമായിട്ടൊക്കെ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. നമുക്കങ്ങനെ CPM പോലെ മുൻകൂർ എപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളൊരു വിവരം നമ്മുടെ കയ്യിലില്ല. അത് കോൺഗ്രസ് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾക്ക് ആനുപാതികമായിട്ട് പ്രഖ്യാപിക്കുമെന്നൊരു ഊഹം മുൻനിർത്തി നമ്മൾ അത് റോഡ് ഷോ നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളമുള്ളത് പൊന്നാനിയിൽ ഒന്നുകൂടി മുഴച്ചു നിൽക്കുക. പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു പദ്ധതിയും നടപ്പിലാകാത്തൊരിടമാണ് എന്ന് ജനങ്ങൾ തന്നെ സ്വയം വിശ്വസിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറുന്നു. അല്ലെ, CPM പ്രശ്നങ്ങളൊന്നും നമ്മൾ അത് സ്വാഭാവികമായിട്ടും CPMകാർ തന്നെ അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KP നൗഷാദ് അലിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നൗഷാദ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു, ഇപ്പോൾ ആദ്യഘട്ട പ്രചരണം തുടങ്ങിയോ? ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. ഇന്ന് UDF യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. താങ്കൾ 2 കൊല്ലമായിട്ട് മണ്ഡലത്തിൻ്റെ ചുമതലയിൽ ഇവിടെ ഉണ്ട്. ഒരു സ്ഥാനാർത്ഥിയാകുമെന്ന് മുൻകൂട്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്? എനിക്ക് 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ ദൗത്യം കോൺഗ്രസ് ഏൽപ്പിച്ചിരുന്നു. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ സജീവമായിരുന്നു. പിന്നെ ജീവിതത്തിൽ സ്ഥാനാർത്ഥി ആകരുത് എന്നൊരു തീരുമാനമൊന്നുമില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ മത്സരിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ ആളുകൾ ആഗ്രഹിക്കുന്നൊരു തെറ്റല്ലല്ലോ. അപ്പോൾ നേതൃത്വം അങ്ങനെ ഒരു മുൻകൂട്ടിയൊരു താങ്കൾക്കൊരു ദൗത്യം തന്നിരുന്നു, അങ്ങനെ സ്ഥാനാർത്ഥിയാകണം, അതിൻ്റെ ഭാഗമായി 2 കൊല്ലം പ്രവർത്തിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു? അങ്ങനെ ഒരു രീതി കോൺഗ്രസ്സിലില്ല. അങ്ങനെ ഒരു നേതാവ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓരോ നേതാക്കൾക്ക് വെച്ച് ചുമതല നൽകിയിരുന്നു. KPCCയും DCCയും ഒക്കെ ചേർന്ന്. അതിൽ പൊന്നാനിയുടെ ചുമതലക്കാരൻ ഞാനായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ വ്യത്യസ്ത നേതാക്കൾക്കായിരുന്നു ചുമതല. അപ്പോൾ പൊന്നാനിയിലെ ചുമതല ഞാൻ അതൊരു സക്രിയമായി ഇടപെടുകയും സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നത്. താങ്കൾ മുഖ്യമായിട്ടും പൊന്നാനി നഗരസഭ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ പൊന്നാനി നഗരസഭയാണെങ്കിൽ LDF ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരമൊരു പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ എൻ്റെ സാന്നിധ്യം കൊണ്ട് LDF ജയിച്ചു എന്നാണെങ്കിൽ ഇവിടെ UDF സീറ്റ് ഇരട്ടിയാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് ചുമതലയുള്ള ഒരാൾ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നു, അവിടുത്തെ പ്രാദേശിക നേതാക്കളെയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്നു, ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണല്ലോ. അത് ജയാപജയങ്ങൾ അതിൻ്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം അത്തരത്തിലൊക്കെ പറയുന്നതൊരു ബാലിശമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നേതാവുള്ള സ്ഥലം തോറ്റു അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവുള്ള സ്ഥലം ജയിച്ചു എന്നുള്ളതൊന്നും ആ നേതാവിനെ മാത്രം ആശ്രയിച്ച് ഒരു കൈയടിക്കുകയോ കൂവി വിളിക്കുകയോ ചെയ്യേണ്ട ഒന്നല്ല. ഇതൊക്കെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. താങ്കളൊരു മിഡിൽ ക്ലാസ് കുടുംബത്തിലാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയാണ് നാട്ടിലൊക്കെ ഒരു പ്രചരണം. പക്ഷേ താങ്കൾ വലിയ രീതിയിലൊരു പണമെറിയുന്നുണ്ട് മണ്ഡലത്തിൽ. അത് പണാധിപത്യമൊക്കെ ആണെന്ന് CPM പ്രചരണം നടത്തുന്നുണ്ട്. എങ്ങനെ കാണുന്നു? അല്ല, CPM എല്ലാ കാലത്തും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. നമ്മളിവിടെ എന്ത് പണം വാരിയെറിയലാണ് നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിതിൽ നമ്മുടെ വണ്ടിക്കൂലിയും നമ്മുടെ മെയിൻ്റനൻസും ഒക്കെ സ്വന്തമായിട്ടൊക്കെ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ CPM ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ കീറിപ്പറഞ്ഞ ഉപ്പായിട്ടോ അല്ലെങ്കിൽ അർദ്ധനഗ്നരായിട്ടൊക്കെ നടന്നാലേ അവർ നമ്മളെ ഇങ്ങനെയൊക്കെ വിളിക്കാതിരിക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ ഒരു രീതിയിലും ശൈലിയിലും ഒക്കെ മുന്നോട്ട് പോയാലേ തീരും. പൊന്നാനി നഗരസഭയ്ക്ക് അപ്പുറത്തേക്ക് താങ്കളുടെ പ്രവർത്തനം എത്താൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ട്? അല്ല, പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലായിരുന്നു എൻ്റെ ചുമതല. സ്വാഭാവികമായിട്ടും അത് പൊന്നാനി നഗരസഭ ആണ് എല്ലാ തെരഞ്ഞെടുപ്പിലും UDF പിറകിൽ പോകുന്നൊരു സ്ഥലം. അതുകൊണ്ടുകൂടി പൊന്നാനി നഗരസഭയിലും പൊന്നാനി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൊന്നാനി ടൗൺ ആണല്ലോ നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധയിൽ വരുന്നത്. അതുകൊണ്ട് പൊന്നാനിയിലാണ് കൂടുതൽ കേന്ദ്രീകരിച്ചിരുന്നത്. നമ്മുടെ ചില
പരിപാടികളും പദ്ധതികളും ഒക്കെ പൊന്നാനിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റു ചില നേതാക്കൾക്കും ചില ആളുകൾക്കും കോൺഗ്രസ്സിൽ തന്നെ ചില ആളുകൾക്ക് താങ്കളോട് ഒരു വിയോജിപ്പുണ്ട്, സ്ഥാനാർത്ഥിത്വത്തിനെതിരെ എന്നുള്ളൊരു പ്രചരണമുണ്ട്. അതിൻ്റെ ഭാഗമായി പല പരിപാടികളിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന റോഡ് ഷോയിലൊന്നും അത്തരം ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നും കാണുന്നുണ്ട്. ഇത് ഞാൻ CPM ബന്ധപ്പെട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം റോഡ് ഷോ എന്നത് ഒരു മണിക്കൂർ മുമ്പ് പ്ലാൻ ചെയ്ത് നമ്മൾ നടത്തിയതാണ്. അതിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളായി നിന്നു പോരുന്ന പലർക്ക് പോലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്കങ്ങനെ CPM പോലെ മുൻകൂർ എപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളൊരു വിവരം നമ്മുടെ കയ്യിലില്ല. അത് കോൺഗ്രസ് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾക്ക് ആനുപാതികമായിട്ട് പ്രഖ്യാപിക്കുമെന്നൊരു ഊഹം മുൻനിർത്തി നമ്മൾ അത് റോഡ് ഷോ നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ പത്രസമ്മേളനത്തിൻ്റെ 1 മണിക്കൂർ മുമ്പാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. കാരണം അപ്പോൾ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1 മണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടുമ്പോൾ പലർക്കും പങ്കെടുക്കാൻ കഴിയാതെ വരും. അതിനകത്ത് വിയോജിപ്പുള്ളവരോ യോജിപ്പുള്ളവരോ എന്നൊരു വ്യത്യാസമൊന്നുമില്ല. അല്ല, വിജയിക്കാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിവിധങ്ങളായ വിഷയങ്ങളിൽ വളരെ കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ തീരദേശം കേന്ദ്രീകരിച്ച് നമ്മളൊരുപാട് ഇടപെടലുകളുണ്ട്. അവിടെ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ അത്തരത്തിലുള്ള റിലീഫും ഇടപെടലും അവരുടെ നയപരവും അവരുടെ വിദ്യാഭ്യാസപരവും അവരുടെ ജോലി സംബന്ധിയൊക്കെ ആയിട്ടുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണങ്ങൾക്ക് വഴിവെക്കേണ്ട കാര്യങ്ങൾ തൊട്ട് ചെറിയ കാര്യങ്ങളിൽ വരെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ അയ്യപ്പ ഭക്തന്മാർക്ക് ഇടത്താവളം 2ാം വർഷവും തുടർച്ചയായിട്ടുണ്ടാക്കി. കഴിഞ്ഞ വർഷം അവിടെ ഹൈവേയുടെ ഓരത്തായിരുന്നു. ഇത്തവണ അത് കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലാണ് നമ്മൾ നടത്തിയത്. അതുപോലെ തന്നെ നമ്മളിവിടെ ലേക്ക് ഷോർ ആശുപത്രിയുടെ 7 കോടി CSRൻ്റെ വിനിയോഗം വരുന്നൊരു ക്യാമ്പ് സ്ത്രീകൾക്ക് വേണ്ടി നടത്തി. അത് സെർവിക്കൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, യൂട്രസ് ക്യാൻസർ, യൂട്രസ് റിമൂവൽ, മറ്റ് ഗർഭാശയ മുഴകൾ, ഇത്തരത്തിലുള്ള ഗുരുതരമായ അസുഖങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഒന്നായിരുന്നു. സ്കാനിങ് മെഷീനൊക്കെ അടക്കമാണ് ആശുപത്രി ഇവിടെ വന്നത്. അപ്പോൾ 105 പേരെ ശസ്ത്രക്രിയയൊക്കെ അവർ തിരഞ്ഞെടുത്തു. 29 പേരുടെ ശസ്ത്രക്രിയ ഇതിനോടകം പൂർത്തിയായി. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ നമ്മൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പൊന്നാനിയിൽ വെച്ചു. അപ്പോൾ പൊന്നാനിയിലൊരു വ്യത്യസ്ത സെക്ഷൻ ഓഫ് സൊസൈറ്റിയെ നമ്മൾ അഭിസംബോധന ചെയ്ത് തികച്ചും പൊതുകാര്യ പ്രസക്തമായിട്ട് ഇവിടെ മുമ്പോട്ട് പോയിട്ടുണ്ട്. ആ ഒരു അനുഭാവം തീർച്ചയായിട്ടും ജനങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമതായിട്ട് ഇവിടെ ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉടനീളമുള്ളത് പൊന്നാനിയിൽ ഒന്നുകൂടി മുഴച്ചു നിൽക്കുകയാണ്. കാരണം 20 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇവിടെ ഒരു CPM MLAമാരാണ്. ഇവിടെ കടൽ ഭിത്തിയില്ല, കടലോരത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയമില്ല, ഉള്ള പട്ടയത്തിന് ലോണ് കിട്ടുകയില്ല. അവരെ വിശ്വാസത്തിലെടുക്കാതെ വലിയ വലിയ പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു. അവരുടെ ജീവസന്ധാരണ മാർഗങ്ങളൊക്കെ അടഞ്ഞു പോകുന്നൊരു സാഹചര്യം. അതുപോലെ തന്നെ കടൽ തീരം ഇതര മേഖലയിൽ വലിയ തോതിലുള്ള തൊഴിൽ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, യുവാക്കളുടെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വിഷയങ്ങളുണ്ട്. പിന്നെ ഈ പൊന്നാനിയെ സംബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു പദ്ധതിയും നടപ്പിലാകാത്തൊരിടമാണ് എന്ന് ജനങ്ങൾ തന്നെ സ്വയം വിശ്വസിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറുന്നു. അങ്ങനെ നിരവധിയായ ഭരണവിരുദ്ധ വികാരം, CPM വിരുദ്ധ വികാരം ഈ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലുണ്ട്. അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാവുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ CPMൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നതായി താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ താങ്കൾക്കൊരു ഗുണകരമാകുമോ എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, CPMൽ പ്രശ്നങ്ങളൊന്നും നമ്മൾ അത് സ്വാഭാവികമായിട്ടും CPMകാർ തന്നെ അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. അത്തരം വിഷയങ്ങളിലൊന്നും നമ്മൾ നേരിട്ട് ഇടപെടുകയോ ഒരു അഭിപ്രായം പറയുകയോ ചെയ്യുന്നത് അതൊരു ശരിയായൊരു രീതിയല്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതിലൊരു ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് ഞാൻ കക്ഷി ചേരുന്നില്ല. അത് CPMൻ്റെ അണികൾ തന്നെ തീരുമാനിച്ച് വിലയിരുത്തി അവർ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അത്തരം വോട്ടുകളെ പ്രതീക്ഷിക്കുന്നില്ല?
അല്ല, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ഞാൻ CPM-ൻ്റെ വോട്ടുകൾ എനിക്ക് കിട്ടിയാലാണല്ലോ ഞാനിവിടെ വിജയിക്കുക. കാരണം ഇതൊരു 17,000-നടുത്ത് വോട്ടുകളുടെ വ്യത്യാസമുള്ള മണ്ഡലമാണ്. CPM-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയ വോട്ടുകൾ UDF-ൻ്റെ പെട്ടിയിൽ വീഴുമ്പോഴാണ് UDF വിജയിക്കുക. തീർച്ചയായിട്ടും CPM-ൻ്റെ വോട്ടുകൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു ചോദ്യത്തിന് പോലും ഉള്ള ഒരു റെലവൻസ് ഉണ്ടോ അതിന്? അങ്ങനെ ഒരു ആശയത്തിന് നമുക്ക് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ കിട്ടുമ്പോഴാണല്ലോ വിജയിക്കുക. എങ്ങനെ കാണുന്നു MK സക്കീർ എന്ന സ്ഥാനാർത്ഥിയെ എങ്ങനെ കാണുന്നു? എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ ദീർഘകാലം പരിചയമില്ല. നമ്മൾ ചില വേദികളിലൊക്കെ കണ്ട് പരിചയമുണ്ട്. അദ്ദേഹത്തെ അങ്ങനെ ആഴത്തിൽ വിലയിരുത്താനുള്ളൊരു വ്യക്തിബന്ധം എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ രൂപപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹവുമായിട്ടൊരു ആരോഗ്യകരമായൊരു മത്സരം ജനാധിപത്യപരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ മത്സരത്തിനൊടുവിൽ എനിക്ക് ജയിക്കണമെന്ന ഒരു നിശ്ചയദാർഢ്യവും ആഗ്രഹവും ഉണ്ട് എന്ന് മാത്രം. PT അജയ് മോഹന് വേണ്ട രീതിയിലൊരു പരിഗണന നൽകിയില്ല എന്നൊരു സംസാരമുണ്ട്. ഇപ്പോൾ കുന്നംകുളത്ത് സീറ്റ് കിട്ടിയെന്ന് പറയുന്നു, അറിയില്ല. പൊന്നാനിയിലോ തവനൂരോ ഒന്നും വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, അതിലൊരു അമർഷം നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു അതിന്? അല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇതൊക്കെ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ പൂർത്തിയായിട്ടാണല്ലോ അത്തരം കാര്യങ്ങൾ നമ്മളൊരു അഭിപ്രായം പറയാൻ പറ്റുക. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല, CPM-ൻ്റെ സ്ഥാനാർത്ഥി നിർണയമാണ് പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ അത് പൂർത്തിയാവുന്നതിന് മുമ്പ് അത്തരമൊരു അഭിപ്രായ പ്രകടനത്തിന് ഞാൻ മുതിരുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നിരാശകളോ അല്ലെങ്കിൽ നീരസങ്ങളോ ഉണ്ട് എന്ന് അദ്ദേഹം എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. പിന്നെ നിങ്ങളിങ്ങനെ അതിങ്ങനെ ഗണിച്ച് വിലയിരുത്തേണ്ട ഒരു കാര്യമില്ലല്ലോ. 20 വർഷമായിട്ട് LDF ഭരിക്കുന്നൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 17,000 വോട്ട് എത്തി. എങ്ങനെ മറികടക്കുമെന്നുള്ള ശക്തമായ ആത്മവിശ്വാസമുണ്ട്. അല്ല, ഈ മണ്ഡലം ഉടനീളം UDF-ഉം LDF-ഒക്കെ മാറി മാറി ജയിച്ചിരുന്ന മണ്ഡലമാണ്. UDF തുടർച്ചയായിട്ട് ജയിച്ച കാലഘട്ടമുണ്ട്. പക്ഷേ അതിനകത്തുള്ളൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ 2011 അസംബ്ലി മണ്ഡല പുനർനിർണയത്തിൽ എടപ്പാൾ പഞ്ചായത്ത് ഈ മണ്ഡലത്തിൽ നിന്ന് ഒഴിവായിപ്പോയി. അപ്പോൾ അതൊരു CPM ആഭിമുഖ്യ പഞ്ചായത്താണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊന്നാനി ഒരു ഈസി വാക്ക് ഓവർ ആവേണ്ടതായിരുന്നു UDF-ന്. പക്ഷേ 2011 ശേഷമാണത് തുടർച്ചയായിട്ട് തോറ്റു വരുന്നത്. കാരണം 3 തോൽവികൾ UDF അഭിമുഖീകരിച്ചു. അപ്പോൾ ഇവിടെ പൊന്നാനിയുടെ ഒരു രാഷ്ട്രീയ കളത്തിൽ അങ്ങനെ UDF പിറകിലാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. പലവിധ കാരണങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF പരാജയപ്പെടുന്നു. അതെന്താണ് ഏതാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുള്ള പ്രതിവിധിയും പഴുതടക്കലുകളുമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അത് ഗുണം ചെയ്യും, ഫലം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രചരണ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? അല്ല, അങ്ങനെ അതൊരു പ്രത്യേകിച്ചൊരു ഷെഡ്യൂളിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അത് ഐക്യജനാധിപത്യ മുന്നണി നിയോജകമണ്ഡലം കമ്മിറ്റി കൂടി ചേർന്ന് അതൊരു കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി മുന്നോട്ട് പോകും. അത് ഇന്ന് UDF-ൻ്റെ ഉന്നതതല യോഗമുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിലൊക്കെ UDF-ൻ്റെ കീഴ്ഘടകങ്ങളുടെയൊക്കെ യോഗങ്ങളൊക്കെ ചേർന്ന് അത് അന്തിമമാക്കും, സമഗ്രമാക്കും. പൊന്നാനിക്കാർ താങ്കളെ വിജയിപ്പിച്ചാൽ പൊന്നാനിക്ക് താങ്കൾ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? ഈ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു വിഭവലഭ്യതയുള്ള മറ്റൊരു പ്രദേശം കേരളത്തിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഒറ്റ ഉദാഹരണം പറഞ്ഞു തരാം. അതായത് ഇവിടെ 100 അടി തോട് തുടങ്ങുന്നത് ഇവിടെ ബിയ്യത്ത് നിന്നാണ്. അത് കുന്നംകുളം വരെ അതിൻ്റെ ഒരു ദൈർഘ്യം എന്നത് 21-22 കിലോമീറ്ററാണ്. ഇതൊരു ജലപാതയാക്കി വികസിപ്പിക്കുമ്പോൾ അത് ഇരുവശത്തുമുള്ള കോൾപ്പാടങ്ങൾക്ക് നടുവിലൂടെയാണ് ആ ജലപാത മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ കതിർ പാൽമണം തൂകി നിൽക്കുന്ന ഇളന്തന്നലിൽ ഇങ്ങനെ ആടിക്കളിക്കുന്ന ആ കതിർ പാടങ്ങളുടെ നടുവിലൂടെയുള്ളൊരു ജലയാത്രയുടെ ഒരു അനുഭവവും അനുഭൂതിയൊക്കെ അത് ഞാൻ കേരളത്തിൽ കുട്ടനാട്ടിൽ പോലും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് ലോകത്ത് തന്നെ ഒരു അപൂർവമായ ഒരു ജലയാത്ര അനുഭവമായിരിക്കും. ഞാനത് ഉദകമണ്ഡലം മേട്ടുപ്പാളയം പൈതൃക റെയിൽവേ ലൈൻ പോലെയൊക്കെയുള്ള ഒരു അനുഭവമായിരിക്കും അത് പൂർത്തിയാവുകയാണെങ്കിൽ. അത് പൊന്നാനിയുടെ ഒരു
പിന്നെ തലവര തന്നെ മാറ്റാൻ ഉതകുന്നൊരു പദ്ധതിയാണ്. ഞാൻ ആ ഒരു പദ്ധതിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ് എനിക്ക് വോട്ടർമാരോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മുടെ കടൽ തീരത്ത് ഒരു ഫിഷറീസ് കോളേജോ അല്ലെങ്കിൽ അനുബന്ധ വിദ്യാഭ്യാസ സ്ഥാപനം ഈ ഫിഷറീസ് രംഗത്തെ വാല്യൂ ആഡഡ് സംസ്കരണ രംഗത്തെയൊക്കെ പുതിയ കോഴ്സുകളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ഉന്നത കലാലയം പൊന്നാനി കടൽ തീരത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ പൊന്നാനിയിലൊരു സഹകരണ രംഗത്തെങ്കിലും ഒരു വലിയ ആശുപത്രിയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കടൽ ഭിത്തി എന്ന ഒന്ന് പൊന്നാനിക്ക് 10 വർഷമായിട്ട് അന്യമാണ്. അടിയന്തരമായിട്ട് കടൽ ഭിത്തി നിർമ്മാണം പൊന്നാനിയിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ബോട്ട് വള്ളങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിലൊക്കെ ഒരുപാട് പിന്നെ നയവൈകല്യങ്ങളുണ്ട്. അത് തിരുത്തണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ ഈ കോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട പ്രതിഫലം നെല്ലിൻ്റെ കൂലി പോലും അവർക്ക് കൃത്യമായി സർക്കാർ കൊടുക്കുന്നില്ല. അത് ബാങ്ക് വായ്പ വഴിയാണ് കിട്ടുന്നത്. ആ ബാങ്കിലെ വായ്പ സർക്കാരിന് പണം കിട്ടാത്തതുകൊണ്ട് തിരിച്ചടവാക്കാൻ പലർക്കും കഴിയാതെ പോകുമ്പോൾ അവരുടെ സിബിൽ സ്കോറിനെ അത് ബാധിച്ച് അവരൊക്കെ ഒരു നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകളുടെ ഗണത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ. മറ്റൊന്ന്, കർമ്മ റോഡിന് നമുക്ക് ചെമ്മർവട്ടം പാലവുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. കർമ്മ റോഡിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ വരുന്നുണ്ട്. അതൊരു ഹൈദരാബാദിലെ നക്ലൈസ് റോഡിനെ പോലെ അല്ലെങ്കിൽ ബോംബെ മറൈൻ ഡ്രൈവിനെ പോലെയൊക്കെ ഉള്ളൊരു അപൂർവ ഒരു പാതയാണത്. അവിടെ പാർക്കിംഗ് സൗകര്യവും ഡിസൈനർ ഷോപ്പുകളും ആളുകൾക്ക് സുരക്ഷിതമായിട്ട് അത് ആസ്വദിച്ച് ഒരു ടൂറിസം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിനെ വികസിപ്പിച്ചാൽ അതൊരു കേരളത്തിൻ്റെ തന്നെ ഒരു പ്രധാന ഒരു ആകർഷക കേന്ദ്രമായിട്ട് മാറും. അത്തരം കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പിന്നൊന്ന് പറയാനുള്ളത്, ഇവിടെ ഒരുപാട് കായിക താരങ്ങൾ ഇവിടെയുണ്ട്. ഫുട്ബോളുണ്ട്, കബഡിയുണ്ട്, അതിലൊക്കെയുള്ള ദേശീയ താരങ്ങളുണ്ട്. ഈ ദേശീയ കബഡി മത്സരങ്ങളിൽ അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മെഡൽ വാങ്ങിയ ആളുകളൊക്കെ ഇവിടെ ജ്യൂസ് കടയിൽ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെയും നയരാഹിത്യത്തിൻ്റെയും ഏറ്റവും വലിയ തെളിവുകൾ. ഇവിടുത്തെ പുതിയ തലമുറക്ക് കളിച്ച് വളരാനും പഠിച്ച് വളരാനും വേണ്ട അത്യന്താധുനിക സൗകര്യങ്ങളും സങ്കേതങ്ങളും ഇവിടെ ഏർപ്പെടുത്താൻ എനിക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഒരു ഫുട്ബോൾ ക്രിക്കറ്റ് കോച്ചിങ് അക്കാഡമികളൊക്കെ വേണം. അത്തരത്തിലൊക്കെയുള്ള ശ്രമങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തുമ്പോഴാണ് ഈ ലഹരിയുടെ അടക്കമുള്ള പിടിയിൽ നിന്ന് പുതിയ തലമുറയെ മോചിപ്പിക്കാൻ കഴിയുക. ആ വിഷയത്തിനൊരു മുന്തിയ പരിഗണന നൽകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും അടുത്ത ഘട്ട പ്രചരണത്തിൽ നമുക്ക് കാണാം. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഡിജിറ്റൽ IT സാങ്കേതിക വിദ്യാഭ്യാസം നിർബന്ധമായ ആവശ്യം. ഇനി മാതൃഭാഷയ്ക്കൊപ്പം ഇംഗ്ലീഷ് ഭാഷ മികച്ചതാകേണ്ടത് അനിവാര്യമാണ്. ഫാഷൻ ഡിസൈനിങ്ങിൽ പാഷനുണ്ടോ? പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച പഠനം, നല്ല ജോലി, നല്ല വരുമാനം എല്ലാം നേടാം. ഇനി പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ സൈബർ മീഡിയ എഡ്യൂക്കേഷൻ അക്കാദമിയിലൂടെ. ഫർണിച്ചർ വിപണന രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള വെളിയംകോട് ഗ്രാൻഡ് ഫർണിച്ചർ കൂടുതൽ വിശാലതയോടെ. ഗ്രാൻഡ് ഫർണിച്ചർ വെളിയംകോട്. ഫോൺ 9539903090.